അപ്പോഴേ പറഞ്ഞതാണ് ഇതൊരു പുലിവാലായിരിക്കും എന്നുള്ളത്. ആ പുലിവാല് എന്തായാലും കിട്ടിക്കഴിഞ്ഞു. കോടതി ഒരു 8ന്റെ പണി കെ സുരേന്ദ്രന് കൊടുത്തു. ഹൈക്കോടതിയിലെ കെ സുരേന്ദ്രന്റെ മഞ്ചേശ്വരം കേസ് പിൻവലിക്കലും അതുമായി ബന്ധപ്പെട്ട ആ പിൻവലിക്കലിനെ അംഗീകരിച്ച് കോടതി രംഗത്ത് വന്നപ്പോൾ ഒരു 42,000 രൂപയുടെ ഒരു ആവശ്യം കോടതി കെ സുരേന്ദ്രനോട് പറഞ്ഞു. ആവശ്യമല്ലാതെ അടിച്ചിട്ടേ പോകാൻ വേണ്ടി, ഇത് പിൻവലിക്കാൻ വേണ്ടി പറ്റൂ എന്ന് കോടതി പറഞ്ഞു. 42,000 രൂപ എന്ന് പറയുന്നത് ഈ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ 259 പേർ കള്ള വോട്ടുകൾ ചെയ്തു എന്ന് പറഞ്ഞാണ് കെ സുരേന്ദ്രൻ കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ കോടതിയിൽ കെ സുരേന്ദ്രന് തെളിവായി സാക്ഷികളെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അതുമാത്രമല്ല, സമൻസുകൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഇവരാരും തയ്യാറായുമില്ല. അങ്ങനെ ഒടുവിൽ കെ സുരേന്ദ്രൻ പരാജയം സമ്മതിക്കുകയാണ്. അത് പരാജയം സമ്മതിക്കുന്നത് അബ്ദുൾ റസാഖിന്റെ മരണത്തിന് ശേഷമാണ്. ആ പരാജയം സംബന്ധിച്ച് കോടതിയോട് ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നു. എന്നാൽ ഇത് കോടതി അംഗീകരിക്കണമല്ലോ. അത് കോടതിയുടെ ജസ്റ്റിസ് സുനിൽ തോമസ് ആണ് ഇക്കാര്യം, ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് പരിപൂർണമായിട്ട് പിൻവലിക്കുന്നു എന്നുള്ളതിൽ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി മുന്നോട്ട് വരികയുണ്ടായി. എന്നാൽ കോടതി മുന്നോട്ട് വരുമ്പോൾ കെ സുരേന്ദ്രൻ ഒരു 8ന്റെ പണി കൊടുത്തു. ഒരു 42,000 രൂപ കോടതിയിൽ അടക്കണമെന്ന് പറഞ്ഞു. കാരണം അതടച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് കോടതി കെ സുരേന്ദ്രനോട് പറഞ്ഞു. അപ്പോൾ ഈ 42,000 എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാക്കനാട് നിന്ന് മഞ്ചേശ്വരം വരെ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ കെ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്, അതായത് കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വോട്ടുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുപോയതിന് ഒരു 42,000 രൂപ ചിലവായിട്ടുണ്ട്. ആ 42,000 രൂപ അങ്ങ് കെ സുരേന്ദ്രൻ തന്നെ ഒന്ന് അടച്ചാൽ മതിയെന്ന് കോടതി തീരുമാനിക്കുകയുണ്ടായി. ഇത് എവിടെ നോക്കിയാലും ഒരു കണ്ടകശനി കെ സുരേന്ദ്രനോടൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. മഞ്ചേശ്വരത്തെ അങ്ങനെയുള്ള ഒരു ആരോപണവുമായി കെ സുരേന്ദ്രൻ വരുമ്പോൾ തന്നെ BJP-ക്കാർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കാരണവശാലും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് സുരേന്ദ്രന് സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോട് മാധ്യമങ്ങളോടൊക്കെ തുറന്നു പറഞ്ഞതാണ് മഞ്ചേശ്വരത്തെ തിരഞ്ഞെടുപ്പ് കേസ്. അതെന്തായാലും അതിൻ്റെ വിധി വരുമ്പോൾ തൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ വിശ്വാസം സുരേന്ദ്രനുണ്ടായിരുന്നു. ഒടുവിൽ അബ്ദുൾ റസാഖിന്റെ മരണത്തിന് ശേഷമാണ് കെ സുരേന്ദ്രൻ ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് കടന്നു പോകുന്നത്. എന്തായാലും വലിയൊരു തിരിച്ചടി കിട്ടി എന്ന് വേണം പറയാൻ. ഈ 42,000 രൂപ വെറുതെ ചോദിച്ചു വാങ്ങി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.